ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഭാഗ്യശ്രീ ബലരാമനെ ജയിലിൽ നിന്നും ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയിട്ട് ബെയിൽ അപ്ലിക്കേഷൻ ഫോമിൽ സൈൻ വാങ്ങാൻ വേണ്ടി ബലരാമനെ കാണാൻ ജയിലിലേക്ക് വരികയാണ്. എന്നാൽ ബലരാമൻ അതിൽ സൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. എന്നിട്ട് ഭാഗ്യശ്രീയോട് ബലരാമൻ പറയാണ്, ഷൺമുഖൻ വക്കീല് എന്നെ ജനിപ്പിച്ചുപേക്ഷിച്ചവരെ കൺമുന്നിൽ കൊണ്ടുവന്ന് നിർത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിൽ ഒപ്പിടില്ല. ആ വക്കീൽ വരട്ടെ, അയാൾ പറയുന്നത് പോലെ ഞാൻ ചെയ്യുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഭാഗ്യശ്രീ പറയാണ്, ഏട്ടൻ ഇത് എന്താ ചെയ്യുന്നത്? ഏട്ടൻ ഇനിയും ഒരു കളിപ്പാവയാവല്ലേ എന്ന് ഭാഗ്യശ്രീ ബലരാമനോട് പറയുമ്പോൾ ബലരാമൻ ഭാഗ്യശ്രീയോട് പറയാണ്, ഞാനിപ്പോൾ ഒരു പ്രത്യേക ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ആ കാലത്തോളം എനിക്ക് ഇതൊരു ജയിലായി തോന്നില്ല. എനിക്കെൻ്റെ ലക്ഷ്യം സാധിക്കണമെന്ന് പറഞ്ഞിട്ട് ബലരാമൻ പോവുകയാണ്. എന്നാൽ ബലരാമനെ നോക്കിക്കൊണ്ട് അവിടെ സഹദേവൻ ഉണ്ടാവും. ബലരാമൻ പോയി കഴിയുമ്പോൾ സഹദേവൻ സ്വയം ചിന്തിക്കുകയാണ്, ജീവന തുല്യം സ്നേഹിക്കുന്ന സാഗറിനെയും സുജാതയെയുമാണല്ലോ ഇവനെ കൊല്ലേണ്ടി വരിക എന്ന് പറഞ്ഞിട്ട് ഒരു പുച്ഛത്തോടെ സഹദേവൻ ചിരിക്കുന്നു. അതിനുശേഷം കൺമണി വീഡിയോ കോൾ ചെയ്ത് കൃഷിയും മാനസിയും ചെയ്യുന്നതെല്ലാം കണ്ട് ദേഷ്യം വന്ന് ഇരിക്കുമ്പോഴാണ് കൺമണിയുടെ ഫോണിലേക്ക് കൃഷി വിളിക്കുന്നത്. കൃഷി 2-3 തവണയും കൺമണിയുടെ ഫോണിലേക്ക് തുടരെ വിളിക്കുന്നുണ്ട്. എന്നാൽ കൺമണിക്ക് ദേഷ്യം വന്നിട്ട് കൺമണി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. കൃഷിയാണെങ്കിൽ കൺമണി ഫോൺ എടുക്കാത്തതിനെ തുടർന്ന് ഫോണും ഓഫ് ചെയ്തിട്ട് ബെഡിൽ ഇരിക്കുകയാണ്. എന്നിട്ട് കൺമണിക്ക് എന്തു പറ്റി, കൺമണി എന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, ഇനി ഞാൻ എന്താ ചെയ്യുക എന്നൊക്കെ കൃഷി ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് മാനസ വരുന്നുണ്ട്. മാനസ എന്നിട്ട് കൃഷിനോട് പറയാണ്, കൃഷ് നീയൊരു മാന്യം തന്നെയാണ്. രാവിലെ ഞാൻ എങ്ങനെ പനിച്ചു വിറച്ചു കിടന്നതാ. കൃഷ്ണൻ കണ്ടതല്ലേ എൻ്റെ അവസ്ഥ. ആശുപത്രിയിൽ പോയാലേ പനി കുറയൂ എന്ന് വിചാരിച്ചു ഞാൻ. പക്ഷേ യഥാർത്ഥ മരുന്ന് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അത് കൃഷാണ്. കൃഷിനെ തൊട്ടും തലോടിയും ചേർത്ത് പിടിച്ചും ഉപ്പുതുണി നെറ്റിയിലിട്ട് തന്നും കൃഷി എൻ്റെ കൂടെ തന്നെ ഇരുന്നു. അത് ഒരു അനുഭവം തന്നെയായിരുന്നു കൃഷ്. എനിക്കിപ്പോൾ പനി വന്നതിൽ ഞാൻ സകല ദൈവങ്ങളോടും നന്ദി പറയുകയാണ്. കൃഷ് പനി മാറിയോ എന്ന് നീ എന്നെ ഒന്ന് തൊട്ട് നോക്കെന്ന് പറഞ്ഞിട്ട് മാനസ കൃഷിൻ്റെ കൈയെടുത്തിട്ട് നെറ്റിയിൽ വെക്കുമ്പോൾ കൃഷിന് ദേഷ്യം വരികയാണ്. മാനസ നീയൊന്ന് വിട്ടേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാനസ കൃഷിനോട് പറയുകയാണ്, കൃഷ് നിനക്ക് എന്നോട് ഒന്നും തോന്നുന്നില്ലേ? വീട്ടിലാണെങ്കിൽ ശല്യപ്പെടുത്താൻ ആരുമില്ല. വീട്ടുകാരുടെ എല്ലാവരുടെയും അനുവാദവും ഉണ്ട്. കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് നിന്റെ അടുത്ത് നിൽക്കുന്നതും. എന്നിട്ടും നിനക്ക് എന്നോടൊന്നും തോന്നുന്നില്ലേ എന്ന് മാനസ കൃഷിനോട് ചോദിക്കുമ്പോൾ കൃഷി പറയുകയാണ്, എനിക്ക് നിന്നോട് എന്ത് തോന്നാനാണ് മാനസ എന്ന് ചോദിക്കുമ്പോൾ മാനസ കൃഷിനോട് വീണ്ടും പറയാണ്, കെട്ടാൻ പോകുന്ന പെണ്ണ് ഇങ്ങനെ കൂടെ നിൽക്കുമ്പോൾ നിനക്ക് ഒന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ കൃഷി മാനസിയോട് പറയുകയാണ്, ഇതേ അസുഖം വേറെയാണ് എന്ന് പറയുമ്പോൾ മാനസിക്ക് ദേഷ്യം വരുന്നു. അപ്പം മാനസ കൃഷിനോട് പറയാണ്, കൃഷ് നീ എന്നെ ഇൻസൾട്ട് ചെയ്യണ്ട എന്ന് പറയുമ്പോൾ കൃഷി റൂമിൽ നിന്നും പോവാൻ നിൽക്കുന്ന സമയത്ത് മാനസ കൃഷിനെ പിടിച്ചു വലിച്ച് ബെഡിലേക്ക് തള്ളിയിട്ടിട്ട് മാനസിയും കൃഷിൻ്റെ കൂടെ കിടക്കുകയാണ്. വീണ്ടും കൃഷി മാനസയെ തള്ളി മാറ്റി എഴുന്നേറ്റ് പോവാൻ നിൽക്കുമ്പോൾ മാനസ കൃഷിൻ്റെ കൈ പിടിച്ചു വലിക്കുകയാണ്. ഓടിയാവുമ്പോൾ സഹികെട്ട് കൃഷി മാനസയെ പിടിച്ചു വലിച്ച് ഒരു അടി കൊടുക്കുകയാണ് കവിളിൽ. മാനസ അപ്പോൾ തന്നെ ബെഡിൽ പോയി വീഴുന്നു. എന്നിട്ട് കൃഷി ദേഷ്യം വന്നിട്ട് മാനസയോട് പറയാണ്, ഇതേ നിനക്കുള്ളതല്ല, നിന്നെ ഉപദേശിച്ച ആൻറ്റിയമ്മയ്ക്കുള്ളതാണെന്ന് പറഞ്ഞിട്ട് കൃഷി ഫോണും എടുത്തിട്ട് പോവുകയാണ്. മാനസയാണെങ്കിൽ കൃഷി തല്ലിയ കവിളിൽ കൈവച്ചുകൊണ്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അതിനുശേഷം കൃഷി നേരെ പോകുന്നത് കൺമണിയുടെ വീട്ടിലേക്കാണ്. കൺമണിയെ ഇന്ന് എന്തായാലും ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകണമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് കൃഷി കൺമണിയുടെ വീട്ടിലേക്ക് എത്തുന്നത്. കൃഷിന്റെ കാറിന്റെ സൗണ്ട് കേട്ടിട്ട് അമ്മായിമാരും ധനലക്ഷ്മിയും ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മുറ്റത്ത് തന്നെ പോലീസുകാരും നിൽക്കുന്നുണ്ട്. കൃഷി വരുമ്പോൾ വത്സല മേഡം കൃഷിനോട് ചോദിക്കുകയാണ്, ഹലോ എന്താ വേണ്ടത്, നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷി വത്സല മേഡത്തോട് പറയാണ്, എനിക്ക് കൺമണിയെ ഒന്ന് കാണണമെന്ന്. ഇത് കേട്ട് ധനലക്ഷ്മി കൃഷിന്റെ അടുത്തേക്ക് വന്നിട്ട് കൃഷിനോട് പറയാണ്, ഓ നിന്റെ വെളിച്ചിലൊക്കെ അങ്ങ് അലികയിൽ മതി, ഇതൊരു കല്യാണ വീടാണ്, നാളെ കൺമണിക്ക് കല്യാണമാണ് എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ കൃഷി ധനലക്ഷ്മിയോട് ചോദിക്കുകയാണ്, നാളെ ആര്
ആരുമായിട്ടാണ് കൺമണിയുടെ കല്യാണം? കൺമണിയെ കെട്ടാൻ പോകുന്ന ആള് ഞാനാണെങ്കിൽ ഇവിടെ വന്നിട്ടുമുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ധനലക്ഷ്മി പറയാണ്, ഒന്ന് നിർത്തടോ, വെറുതെ ജയിലിൽ കയറുണ്ടെങ്കിൽ വന്ന വഴി തിരിച്ചു പൊക്കോ. ഇത് കണ്ടോ, പോലീസുകാരാണ്, അരുൺ പരാതി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് കല്യാണം എന്ന് ധനലക്ഷ്മി പറയുന്ന സമയത്ത് കൃഷി പറയാണ്, ഹോ പിന്നെ നിങ്ങൾ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ടല്ലേ പോലീസ് നിൽക്കുന്നത്? നിങ്ങൾക്കൊക്കെ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ദൈവത്തിന്റെ പ്രൊട്ടക്ഷനാണ് കൂടെയുള്ളത്. ഭീഷണി കേട്ട് തിരിച്ചു പോകാൻ വന്നതല്ല ഈ ഞാൻ എന്തായാലും ഇന്ന് കൺമണിയെ വിളിച്ചുകൊണ്ട് പോകുമെന്ന് കൃഷി ധനലക്ഷ്മിയോട് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ശ്രീനിവാസൻ എത്തുന്നുണ്ട്. അപ്പോൾ ശ്രീനിവാസനോട് ധനലക്ഷ്മി പറയാണ്, നോക്ക് മോളെ തട്ടിക്കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്, മോളുടെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയിട്ട് പോലീസിനോട് പറ ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ എന്ന് ധനലക്ഷ്മി പറയുമ്പോൾ വത്സല മേഡം ദേഷ്യം വന്നിട്ട് ധനലക്ഷ്മിയോട് പറയാണ്, ഹലോ നിങ്ങൾ പറയുന്നത് പോലെ അങ്ങനെ ചുമ്മാ പിടിച്ചുകൊണ്ടു പോകാനൊന്നും പറ്റില്ല ഒരാളെ. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ സ്വന്തമായി ഒരു ജയിൽ കെട്ടണം. പ്രായപൂർത്തിയായ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വിഷയമാണിത്. ആദ്യം അവരുടെ അഭിപ്രായം അറിയണം. കൺമണി എവിടെ? ആദ്യം ആ കുട്ടിയെ വിളിക്കുക, ആ കുട്ടിയുടെ അഭിപ്രായം എന്താണെന്ന് അറിയണമല്ലോ എന്ന് വത്സല മേഡം പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഗോകുലും കൺമണിയും കൂടി എത്തുന്നുണ്ട്. ഗോകുലിന് കൃഷിനെ കാണുമ്പോൾ വളരെ സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ വത്സല മേഡം ധനലക്ഷ്മിയോട് പറയാണ്, ഈ കൺമണി വന്നല്ലോ എന്ന്. അതിനുശേഷം വത്സല മേഡം കൺമണിയോട് ചോദിക്കുകയാണ്, ഈ കൺമണി ഇയാള് പറയുന്നു കൺമണിയായിട്ട് ഇഷ്ടത്തിലാണെന്നോ, തന്നെ വിവാഹം കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പ്രൊട്ടക്ഷനിലുള്ള ഒരു വീട്ടില് ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിന് ബഹളം വെക്കാനൊന്നും ഞാൻ സമ്മതിക്കില്ല. ഇയാളെ അറസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്ന് കൺമണിയുടെ തീരുമാനം അറിഞ്ഞിട്ട് ഞാൻ ചെയ്യാം എന്ന് വത്സല മേഡം കൺമണിയോട് ചോദിക്കുമ്പോൾ എല്ലാവരും ഷോക്കാവുന്നുണ്ട്. അപ്പൊ തന്നെ കൃഷി കൺമണിയോട് പോയിട്ട് ചോദിക്കുകയാണ്, കൺമണി നീ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി പറയുകയാണ്, അവൾക്ക് സൗകര്യമില്ലാഞ്ഞിട്ടാണ്, അവളുടെ കല്യാണമാണ് നാളെ, നിങ്ങളുടെ ഉണക്ക കമ്പനിയിലേക്ക് അവൾ ഇനി ജോലിക്ക് വരുന്നില്ല, നീയൊന്ന് ഇവിടുന്ന് ഇറങ്ങി പോടാ എന്ന് പറയുമ്പോൾ കൃഷി കൺമണിയോട് പറയാണ്, ഇവിടെ നിന്ന് സംസാരിച്ചാൽ ശരിയാവില്ല, കൺമണി നീ വായെന്ന് പറഞ്ഞിട്ട് കൺമണിയെ കൃഷി വിളിച്ചിട്ട് പോവുകയാണ്. അപ്പോൾ ധനലക്ഷ്മി വത്സല മേഡത്തോട് പറയാണ്, ദേ മേഡം അവനത് അവളെ വിളിച്ചുകൊണ്ട് പോകുന്നു, നിങ്ങൾ എന്തേലും ഒന്ന് ചെയ്യേ എന്ന് പറയുമ്പോൾ വത്സല മേഡം ധനലക്ഷ്മിയോട് പറയാണ്, അതിന് കൺമണി പരാതിപ്പെടട്ടെ, നിനക്ക് എന്താ എന്ന് ചോദിക്കുമ്പോൾ ധനലക്ഷ്മി മിണ്ടാതെ നിൽക്കുന്നു. അതിനുശേഷം കൃഷി കൺമണിയെ അവിടെ നിന്നും കുറച്ച് മാറ്റി നിർത്തിയിട്ട് ചോദിക്കുകയാണ്, കൺമണി നീ എന്താ ഞാൻ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി പറയാണ്, ഞാൻ എങ്ങനെ എടുക്കാനാ, ആ മാനസ വീഡിയോ കോളിലൂടെ കാണിച്ചു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടതാ എന്ന് പറയുമ്പോൾ കൃഷി പറയാണ്, അവൾക്ക് പ്രാന്താണ്, അവൾക്ക് എന്തൊക്കെയോ സൂചന കിട്ടിയിട്ടുണ്ട് കൺമണി, അവള് രണ്ടും കൽപ്പിച്ചാണ് നിൽക്കുന്നത്, ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിയാലേ എല്ലാം ശരിയാവൂ, ഞാൻ എന്തിനാ കുറച്ചു നേരം അവളുടെ താളത്തിനൊത്ത് അവിടെ കടിച്ചു തൂങ്ങി നിന്നത് എന്ന് നിനക്ക് മനസ്സിലാവുമെന്ന ഞാൻ വിചാരിച്ചത്. നോക്ക്, ഞാൻ നിന്റെ അച്ഛനോട് നേരിട്ട് കല്യാണക്കാര്യം അവതരിപ്പിച്ച ആളാണ്, ഇനി പിന്നോട്ടില്ലാന്ന് ഉറപ്പിച്ച കാര്യവുമാണ് ഞാൻ. ഇനി കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, ഞാനെല്ലാം തീരുമാനിച്ചുറപ്പിച്ചാണ് വന്നത്, നമുക്കിനി നമ്മുടെ ജീവിതം ആരംഭിക്കാം, നീയിപ്പോ എൻ്റെ കൂടെ വാ എന്ന് പറഞ്ഞിട്ട് കൃഷി കൺമണിയെ വിളിക്കുന്നുണ്ടെങ്കിലും കൺമണി പറയുകയാണ്, എന്താ സാർ ഇത് എന്താ പറയുന്നത് എന്ന് കൺമണി കൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷി പറയാണ്, വാ കൺമണി വന്ന് വണ്ടി കയറ്, നമുക്ക് പോവാൻ, ഞാൻ നിന്നെയും കൊണ്ടുപോവാനാണ് വന്നതെന്ന് പറയുമ്പോൾ കൺമണിക്ക് ആകെ സങ്കടമാവുന്നുണ്ട്. കൺമണിയുടെ അച്ഛനെ നോക്കുകയാണ്. കൺമണിക്ക് അപ്പോൾ നല്ല സങ്കടമാവുന്നുണ്ട്. അപ്പോൾ കൃഷി കൺമണിയോട് ചോദിക്കുകയാണ്, കൺമണി നീ ഇതെന്താ ആലോചിച്ച് നിൽക്കുന്നത്? ആലോചിക്കാനുള്ള സമയമില്ല, അരുണും മാനസിയും എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഇവിടെ നിന്ന് പോവണം, നീ എൻ്റെ കൂടെ വാ എന്ന് പറയുമ്പോൾ കൺമണി കൃഷിനോട് പറയുകയാണ്, സാർ ഞാനിപ്പോൾ സാറിൻ്റെ കൂടെ ഇറങ്ങി വന്നാൽ ഞാൻ അടുത്ത ദിവസം കേൾക്കാൻ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ മരണവാർത്തയായിരിക്കും. വരുണും കൂട്ടരും സ്വർണത്തിനും പണത്തിനും വേണ്ടിയിട്ട് എൻ്റെ അച്ഛനെ പിടിക്കും, എൻ്റെ അച്ഛന് അറ്റാക്ക് വരും, എനിക്ക് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അച്ഛനെ ഞാൻ തന്നെ കൊല്ലുന്നത് പോലെ ആവില്ലേ അത് എന്ന് കൺമണി കൃഷ്ണനോട് പറയുമ്പോൾ കൃഷി കൺമണിയോട് ചോദിക്കുകയാണ്, ഞാനിപ്പോൾ എന്ത് ചെയ്യണമെന്ന കൺമണി നീ പറയുന്നത്? എന്തായാലും നീ ഒരു കാര്യം ചെയ്യേ, നീ നിന്റെ അച്ഛനെയും കൂടെ വിളിക്കേ, ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ്, അച്ഛനെയും വിളിച്ചിട്ട് നമുക്ക് പോകാമെന്ന്
പറയുമ്പോൾ കൺമണി പറയാണ് സാർ അതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറയാണ്. അപ്പോൾ കൃഷി പറയാണ് കൺമണി നമ്മളിപ്പോൾ ഒരു നിർണായക നിമിഷത്തിലാണ്, ഉറച്ച തീരുമാനം എടുത്തേ പറ്റൂ എന്നൊക്കെ പറയുമ്പോൾ കൺമണി പറയാണ് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല സാർ എന്ന് പറഞ്ഞ് കൺമണി കരയാണ്. അപ്പോൾ കൃഷി വേഗം തന്നെ കൺമണിയുടെ കണ്ണുനീര് തുടച്ചുകൊണ്ട് കൺമണിയോട് പറയാണ് വേണ്ട കൺമണി നീ കരയണ്ട, കൺമണി നിന്നെ ഞാൻ നിന്റെ അഭിമാനം നഷ്ടപ്പെടാത്ത രീതിയിൽ തന്നെ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോവും. ഞാനിപ്പോൾ ഇവിടുന്ന് നേരെ പോകുന്നത് ആ വരുണിനെ കാണാനാണ്. കാലു പിടിച്ചിട്ടായാലും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഞാൻ ഇതിന് ഒരു അവസാനം ഉണ്ടാക്കും. എല്ലാ ബാധ്യതകളും തീർത്തിട്ട് ഞാൻ എന്തായാലും നിന്നെ കൊണ്ടുപോകാൻ വരും. നിനക്ക് നിന്റെ ജീവിതം സേഫ് ആക്കണമെന്ന് തോന്നിയില്ലല്ലോ, അപ്പോഴും നീ നിന്റെ അച്ഛനെയല്ലേ ആലോചിച്ചത്. എനിക്ക് അതോടെ നിന്നോടുള്ള സ്നേഹം എന്തായാലും കൂടിയിട്ടേ ഉള്ളൂ. ഞാൻ എന്തായാലും വരുമെന്ന് കൃഷ് കൺമണിയോട് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ധനലക്ഷ്മിയും പോലീസുകാരും ശ്രീനിവാസനും അമ്മായിമാരും ഒക്കെ അവിടെ നിൽക്കുന്നത്. ധനലക്ഷ്മിക്ക് ദേഷ്യം വന്നിട്ട് ധനലക്ഷ്മി വത്സല മേഡത്തോട് പറയാണ് മേഡം ഇതെന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പോലീസ് മേഡം പറയാണ് നിനക്കൊന്നും കാണാൻ വയ്യേ, പ്രായപൂർത്തിയായ രണ്ടുപേര് സംസാരിക്കുകയാണ് എന്ന് മേഡം ധനലക്ഷ്മിയോട് പറയുന്നു. അതിനുശേഷം കൃഷി കൺമണിയോട് പറയാണ് അപ്പോൾ കൺമണി എല്ലാം പറഞ്ഞതുപോലെ കാത്തിരിക്കെ എന്ന് പറഞ്ഞിട്ട് കൃഷി പോവുകയാണ്. ഗോകുൽ അപ്പോൾ കൺമണിയുടെ അടുത്ത് ചെന്നിട്ട് കൺമണിയോട് ചോദിക്കുകയാണ് അപ്പേ എന്തു പറ്റി അപ്പേ എന്ന് ചോദിക്കുമ്പോൾ കൺമണി സങ്കടം വന്ന് ഗോകുലിനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അപ്പോൾ ധനലക്ഷ്മിയും അമ്മായിമാരൊക്കെ ഇതെന്താ ഇപ്പൊ സംഭവിച്ചത് എന്ന് ചിന്തിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അമ്മായിമാരും 3 പേരും കൂടി സംസാരിക്കുകയാണ് ഇതെന്താ കൃഷ് സാറ് കൺമണിയെ കൈവിട്ടോ, എന്തായാലും നമ്മൾ ഏത് ചേരിയിലും ചേരാത്തത് നന്നായി, ഇനിയെല്ലാം നോക്കിയും കണ്ടും ചെയ്താൽ മതി എന്ന് അമ്മായിമാരെ സംസാരിക്കുന്നുണ്ട്. കൃഷി പോയതിൽ ധനലക്ഷ്മിക്ക് വളരെ സന്തോഷമുണ്ട്. ധനലക്ഷ്മി മനസ്സിൽ ചിന്തിക്കുകയാണ് ഹോ എന്തായാലും നന്നായി, ആ കൃഷി പോയല്ലോ, അവൻ എന്തായാലും അപകടം മനസ്സിലായി, അപ്പൊ പിന്നെ നാളെ എന്തായാലും വരുണിന്റെയും കൺമണിയുടെയും കല്യാണം ഉറപ്പാണ് എന്ന് പറഞ്ഞുകൊണ്ട് ധനലക്ഷ്മി ചിരിക്കുകയാണ്. അതിനുശേഷം വരുണിന്റെ അച്ഛനും കൂടിയിട്ട് റിസപ്ഷൻ ഹാൾ നോക്കാൻ പോകുന്ന സമയത്ത് അങ്ങോട്ടേക്ക് കൃഷി എത്തുകയാണ്. എന്നിട്ട് കൃഷി വരുണിനോട് പറയാണ് വരുൺ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഒരു വഴക്കിനോ ബഹളത്തിനോ വേണ്ടിയിട്ടല്ല ഞാൻ വന്നത്. കൃഷി പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ കൃഷിനോട് ചോദിക്കുകയാണ് എന്ത് കാര്യമാണ് എന്ന് ചോദിക്കുമ്പോൾ കൃഷി പറയാണ് കൺമണിയുടെ കല്യാണത്തിന്റെ കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കാൻ വന്നതെന്ന് പറയുന്നു. അപ്പോൾ വരുണ് ദേഷ്യം വന്നിട്ട് കൃഷിനോട് പറയാണ് ഇപ്പം എന്തായാലും സംസാരിക്കാൻ സമയമില്ല, ഞങ്ങൾ റിസപ്ഷൻ ഹാൾ നോക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വരുൺ പോവാൻ നിൽക്കുമ്പോൾ കൃഷി വരുണിനോട് വളരെ താഴ്മയോടെ പറയാണ് വരുൺ പ്ലീസ് വരുൺ ഒരു 2 മിനിറ്റ് എനിക്ക് വേണ്ടി തരണം, ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് പറയുമ്പോൾ വരുണിന്റെ അച്ഛനോട് പറയാണ് അച്ഛ ഇവൻ ഒരു മര്യാദരാമനായെന്നാ തോന്നുന്നേ എന്ന് പറയുന്നു. എന്നിട്ട് വരുൺ കൃഷിനോട് പറയാണ് നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതി അന്ന് പറഞ്ഞ ചായയും വടയും തരാൻ വന്നതാണെന്ന്, പഞ്ചായത്തിനുള്ള ചായ ഒറ്റയടിക്ക് എന്റെ പല്ലുകളെല്ലാം കുഴിച്ചു കളയുന്നല്ലേ നീ പറഞ്ഞേ എന്നൊക്കെ വരുൺ പറയുമ്പോൾ കൃഷി വരുണിനോട് പറയാണ് വരുൺ സോറി ഞാനൊരു വഴക്കിന് വേണ്ടി വന്നതല്ല എന്ന് പറയുമ്പോൾ വരുൺ കൃഷിനോട് പറയാണ് എന്നാലേ ഞാനിപ്പോൾ ഒരു വഴക്കിനുള്ള മൂഡിലാണ്, നീ അന്ന് എന്നോട് എന്താ പറഞ്ഞ് ഒറ്റയടിക്ക് തീർക്കും, നിനക്ക് നല്ല ജോലി തിരക്കൊക്കെ ആണെന്നല്ലേ പറഞ്ഞ്, എന്നാ നീ ഇപ്പൊ തീർക്കടാ എന്നെ തീർക്കുക എന്ന് പറഞ്ഞിട്ട് വരുൺ കൃഷിനെ പിടിച്ച് തള്ളുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് വരുണിന്റെ അച്ഛൻ വരുണിനോട് പറയാണ് വരുൺ ഒന്നും ചെയ്യണ്ട വാ നമുക്ക് പോവാം എന്ന് പറയുമ്പോൾ വരുൺ പറയാണ് ഇല്ല അച്ഛാ എനിക്കിവനോട് 2 സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുൺ കൃഷിനോട് പറയാണ് എന്തേ കൺമണിയുടെ വീട്ടിലെ പോലീസുകാരെ കണ്ട് നീ പേടിച്ചോ, ഈ അനിരുദ്ധ് സാർ ആരാന്നാടാ നീ കരുതിയേ എന്ന് വരുൺ പറയുമ്പോൾ കൃഷി പറയാണ് സോറി വരുൺ അന്ന് സംഭവിച്ചതിനെല്ലാം ഞാൻ സോറി പറയുന്നു, അതല്ല അന്ന് വരുണിനെ തല്ലിയതിൽ നിനക്ക് തിരിച്ച് എന്നെ തല്ലണമെന്നുണ്ടെങ്കിൽ നീ തല്ലിക്കോ, ഞാൻ അതെല്ലാം ഏറ്റുവാങ്ങാമെന്ന് പറയുമ്പോൾ വരുൺ പറയാണ് നിന്നെ തല്ലല്ല വേണ്ടത്, കൊല്ലാനാ ഞാൻ പോകുന്നത്, ഞാനും കൺമണിയും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുന്നത് കണ്ടിട്ട് നീ ഇഞ്ചിഞ്ചായി മരിക്കണമേടാ കൃഷി എന്ന് വരുൺ പറയുമ്പോൾ കൃഷി വരുണിനോട് പറയാണ് പ്ലീസ് വരുൺ കൺമണിയെ എനിക്ക് നീ വിട്ടുതരണം, എനിക്ക് അവളെ വിവാഹം കഴിക്കണമെന്നുണ്ട്, അവളെ എനിക്ക് വേണം, അത്രയ്ക്ക് ഞാൻ അവളെ സ്നേഹിച്ചു പോയി, അവളില്ലാതെ എനിക്കിന്ന് ജീവിക്കാൻ പറ്റില്ല വരുൺ, കഴിഞ്ഞതിനൊക്കെ ഞാൻ നിന്നോട് വേണമെങ്കിൽ കാലു പിടിച്ച് മാപ്പ് പറയാം കൃഷി വരുണിനോട്
പറയുമ്പോൾ വരുൺ പറയാണ് നീ എന്നോട് ഒരു കോപ്പും പറയണ്ട എന്ന് പറയുന്നു. ഇത് കേട്ട് കൃഷ് നേരെ വരുണിൻ്റെ അച്ഛനോട് പോയിട്ട് പറയാണ് അങ്കിളെങ്കിലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കണം, ഞാനിപ്പോൾ ഒരു സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് വന്നതാണ് എന്ന് കൃഷി പറയുമ്പോൾ വരുൺ ചോദിക്കുകയാണ് എന്ത് സെറ്റിൽമെന്റ് ആണെന്ന്. അപ്പോൾ കൃഷി പറയാണ് വരുൺ ഇത് കണ്ടോ, ഇത് ബ്ലാങ്ക് ചെക്കാണ്, എത്ര തുക വേണമെങ്കിലും വരുണിന് എഴുതിയെടുക്കാം, വരുൺ എഴുതുന്ന അത്രയും തുക ബാങ്കിലുണ്ടാവും, അതോടെ വരുൺ ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് കൃഷി വരുണിനോട് പറയാണ്. അപ്പോൾ വരുണ് കൃഷിനോട് എത്ര എഴുതിയാലും സാരമില്ലാലേ, എന്നാൽ എത്ര എഴുതണമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ, അച്ഛ എത്ര എഴുതണമെന്ന് ചോദിക്കുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയുകയാണ് അത് നിന്റെ ഇഷ്ടം, എത്ര വേണമെങ്കിലും എഴുതിക്കോ എന്ന് പറയുന്നു. പിന്നീട് കൃഷിന്റെ കയ്യിലുള്ള ആ ബ്ലാങ്ക് ചെക്ക് വരുൺ വാങ്ങുന്നുണ്ട്. അത് വാങ്ങുന്ന സമയത്ത് കൃഷിന് വളരെ സന്തോഷമാവുന്നുണ്ട്. എന്നാൽ ആ ബ്ലാങ്ക് ചെക്ക് വാങ്ങിച്ച് വരുൺ കീറിക്കളയാണ് ചെയ്യുന്നത്. എന്നിട്ട് വരുൺ കൃഷിനോട് പറയാണ് എടാ നീ മാസാണെങ്കിലേ ഞാൻ മരണമാസാണെടാ, നിന്റെ കൺമണിയെ നാളെ നിശ്ചയിച്ച മുഹൂർത്തത്തിൽ ഞാൻ തന്നെ താലിയിട്ടും, ഭാര്യയായി കൊണ്ടു നടക്കാനുള്ള മോഹം കൊണ്ടൊന്നല്ല, എനിക്കിപ്പോ വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് അവളെ ഞാൻ വിവാഹം കഴിക്കുന്നത്. നിന്റെ ബലത്തിൽ അവൾ കാണിച്ചു കൂട്ടിയതിനൊക്കെ അവൾ നാളെ മുതൽ അനുഭവിക്കും. നീ എന്നെ ഇടിച്ച ഓരോ ഇടിക്കും കണക്ക് ഞാൻ തീർക്കാൻ പോകുന്നത് അവളോടാണ്. അവളെ ഞാൻ കൊല്ലാകൊല്ല ചെയ്യുമെടാ, എന്റെ ആവശ്യം കഴിഞ്ഞാൽ ഞാൻ അവളെ കറിവേപ്പില പോലെ ചവച്ചരച്ച് തുപ്പും എന്ന് വരുൺ പറയുമ്പോൾ കൃഷിന് ആകെ ദേഷ്യം വന്നിട്ട് കൃഷി വരുണിനെ തല്ലാനായിട്ട് കൈയെല്ലാം പിടിച്ചു മുറുക്കുന്നുണ്ട്. എന്നാൽ കൺമണി പറഞ്ഞ കാര്യങ്ങളെല്ലാം ആലോചിച്ചിട്ട് കൃഷ് സമാധാനപരമായിട്ട് തല്ലാതെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വരുണിന്റെ അച്ഛൻ വന്നിട്ട് കൃഷിനോട് പറയുകയാണ് കൃഷ് നീ ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കരുത്, എൻ്റെ മോൻ വിവാഹം ചെയ്ത് നല്ലൊരു കുടുംബമായി കഴിയുന്നത് ഞങ്ങൾക്ക് കാണണം, നീ ഇനിയൊരു പ്രശ്നമായിട്ട് വരരുത് എന്ന് വരുണിന്റെ അച്ഛൻ പറയുമ്പോൾ വരുണ് കൃഷിനോട് പറയുകയാണ് നീ കേട്ടോ, നാളെ 10നും 10:30ക്കുമാണ് ഞങ്ങളുടെ വിവാഹ മുഹൂർത്തം, നീ എന്തായാലും കല്യാണത്തിന് വരണം, വന്നിട്ട് സദ്യയൊക്കെ കഴിച്ചിട്ട് പോവണം കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് വരുണിന്റെ അച്ഛനെയും വിളിച്ചുകൊണ്ട് റിസപ്ഷൻ ഹാളിന്റെ ഉള്ളിലേക്ക് പോവുകയാണ്. ഇതെല്ലാം കേട്ടു നിന്ന കൃഷിന് ദേഷ്യവും സങ്കടവും എല്ലാം വരുന്നുണ്ട്. അതിനുശേഷം മാനസ ആന്റിയമ്മയോട് ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആന്റിയമ്മയോട് മാനസ പറയാണ് കൃഷി ഏതായാലും എന്നെ തല്ലിയത് നന്നായി, ആ അടി എനിക്ക് എന്നും ഓർമ്മയുണ്ടാവും, അതുകൊണ്ട് ഞാനിനി അവനെ ഒരിക്കലും വിടില്ല, അവനെ ഞാൻ എന്തായാലും വാശിയോടെ സ്വന്തമാക്കും എന്നൊക്കെ പറയുമ്പോൾ ആൻറ്റിയമ്മ മാനസിയോട് പറയാണ് അത് തന്നെ വേണം, നമുക്ക് അവനെ എങ്ങനെയെങ്കിലും നമ്മുടെ വരുതിയിലാക്കണം, ഇതിലൂടെ എന്തെങ്കിലും നമുക്കൊരു കച്ചിത്തുരുമ്പ് കിട്ടാതിരിക്കില്ല എന്ന് ആൻറ്റിയമ്മ പറയുന്ന സമയത്ത് പുറത്താരോ വന്ന് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ്. ഇതിപ്പാര രാത്രി എന്ന് പറഞ്ഞിട്ട് മാനസിയും ആൻറ്റിയമ്മയും പോയി വാതിൽ തുറന്നു നോക്കുന്ന സമയത്ത് വരുണിന്റെ അച്ഛനുമായിരിക്കും വന്നിരിക്കുന്നത്. മാനസിക്ക് വരുണിനെ കാണുമ്പോൾ തന്നെ അവനെ മനസ്സിലാവുന്നുണ്ട്. മിസ്റ്റർ വരുണല്ലേ എന്ന് മാനസ ചോദിക്കുമ്പോൾ ആൻറ്റിയമ്മയും പറയുന്നുണ്ട് എനിക്കും എവിടെയോ കണ്ടൊരു ഓർമ്മയുണ്ട് എന്ന് പറയുമ്പോൾ വരുൺ ആൻറ്റിയമ്മയോടും മാനസിയോടും പറയാണ് ഞാനുമായിട്ടാണ് കൺമണിയുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞത്, മാനസ മേഡം എൻ്റെ എൻഗേജ്മെന്റിന് വന്നിട്ടുണ്ട്, ഞാനും മാനസ മേഡത്തിന്റെ എൻഗേജ്മെന്റിന് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ മാനസ പറയണ അതെ അതെ ഇപ്പം ഞാനെല്ലാം ഓർക്കുന്നു എന്ന് പറയുന്നു. പിന്നീട് വരുണിന്റെ അച്ഛനോട് പറയണ ഇതാണ് മാനസ മേഡം, അലകിയിലെ GM ആണ്, കൃഷിയായിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ് ഈ മേഡത്തിന്റെ എന്നൊക്കെ പറയുമ്പോൾ വരുണിന്റെ അച്ഛൻ പറയാണ് ഇത്രയും നല്ല പെൺകുട്ടി ഉണ്ടായിട്ടാണോ കൃഷി എൻ്റെ മോൻ്റെ ജീവിതം തുലയ്ക്കാൻ വേണ്ടി നടക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. ഇത് കേൾക്കുന്ന ആൻറ്റിയമ്മയും മാനസയ്ക്കും ഒന്നും പിടികിട്ടാതെ ആൻറ്റിയമ്മ ചോദിക്കുകയാണ് എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ വരുണിൻ്റെ അച്ഛൻ പറയുകയാണ് സാഗറില്ല ഇവിടെ, ഞാൻ സാഗറിനെ ഒന്ന് കാണാൻ വന്നതാണ്, ഞങ്ങൾക്കൊരു പ്രശ്നമുണ്ട്, അതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് തീർപ്പാക്കണം എന്ന് വരുണിൻ്റെ അച്ഛൻ പറയുമ്പോൾ മാനസ പറയാണ്
അങ്കിൾ ഇവിടെ ഇല്ല, അങ്കിളും ആൻറ്റിയും ജർമ്മനിയിലേക്ക് പോയിരിക്കുകയാണ്, എന്താ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിയമ്മയും ചോദിക്കുകയാണ് എന്താ കാര്യമെന്ന്. അപ്പോൾ വരുൺ പറയാണ് നാളെയാണ് എൻ്റെയും കൺമണിയുടെയും വിവാഹം, നിങ്ങൾ ചിലപ്പോൾ അത് അറിഞ്ഞിട്ടുമുണ്ടാവുമെന്ന് വരുൺ പറയാണ്. ഇത് കേൾക്കുന്ന സമയത്ത് ആൻറ്റിയമ്മയും മാനസയും ഷോക്കായി നിൽക്കുന്നുണ്ട്. ഇതോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.